ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. நீங்க எல்லாரும் பாத்துக்கோ. நித்யா மேடவும் ஹரிசாரும் ஒரே கலர் போட்டு தான் வருவேன். ஓ மேட்சிங். இனி அப்படி இல்லைனா இந்த உலகத்திலே லவ்னு சொல்றதுக்கு மதிப்பே கிடையாது. മറുപടി പ്രസംഗമൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് ഞാൻ ഗംഭീരാക്കണം കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓ എന്താ? ഒന്നുമില്ലടാ. പിന്നെ പിന്നെ ഒന്നുമില്ല. നീ പോയി റെഡി ആവാൻ നോക്ക്. ചെല്ല്. ആ ചെല്ല്. ആ സുജാതെ, നിത്യമൊക്കെ നല്ല മാറ്റമുണ്ടല്ലേ? ഉണ്ട് രാമകൃഷ്ണേട്ടാ. ഹരിക്ക് ഈ അവാർഡ് കിട്ടിയത് മുതല് നിത്യമോളുടെ പെരുമാറ്റത്തില് നല്ല മാറ്റമുണ്ട്. പഴയതെല്ലാം മറന്നതുപോലെ അവൾ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈശ്വര, ഒരു സ്ഥിതിക്ക് നന്നായെന്ന് വേണം കരുതാനല്ലേ? അല്ല, ഇന്നത്തെ ഫംഗ്ഷൻ കൊടുന്ന് കഴിയട്ടെ. എന്നിട്ട് രണ്ടുപേരെ ഒരുമിച്ചിരുത്തി നമുക്കൊന്ന് സംസാരിക്കണം. വരട്ടെ രാമകൃഷ്ണേട്ടാ. ഇത് ഹരിക്ക് അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം മാത്രമാണോ? അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞല്ലേ പറ്റൂ. ഇനി ഒരിക്കൽ കൂടി സംസാരിച്ച് തോൽക്കാൻ വയ്യ. സുജാതെ, അവരുടെ കാര്യത്തില് നമ്മള് തിരക്ക് പിടിച്ചില്ലെങ്കിലും അവർക്ക് അടുക്കാതിരിക്കാൻ പറ്റുകയല്ല. അത് അവരുടെ നോട്ടത്തിൽ പോലും ഉണ്ട്. പിന്നെ എന്താ ഇപ്പൊ പറയുക? ആരാദ്യം പറയും അത് തന്നെ സംഗതി. രാമകൃഷ്ണേട്ടന് പിന്നെ പ്രതീക്ഷകൾക്കൊന്നും ഒരു കുറവുമില്ലല്ലോ. അവനെ കുറിച്ചല്ലാണ്ട് എനിക്ക് പ്രതീക്ഷിക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളത്? സുജാത നോക്കിക്കോ, അവൻ ആ അവാർഡ് ഏറ്റുമേടിക്കുമ്പോ അഭിമാനം നിറഞ്ഞൊരു അച്ഛനെ പോലെ ആയിരിക്കും ഞാനത് കണ്ടു നിൽക്കുക. കാത്തു വച്ച് കാലം അവന്റെ കൂടെ നിൽക്കുന്ന ഒരു ദിവസം അതാണെന്ന്. എത്ര വലിയ അവാർഡായാലും ഇന്നത്തെ വേദിയിൽ നാണം കെട്ട ഈ എഴുത്തുകാരൻ തിരിച്ചു പോകും. എനിക്ക് പ്രതികാരത്തിന് വേണ്ടി ഇത്രയും പെട്ടെന്നൊരവസരം തുറന്നു കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഹരിയേട്ടാ, കാണാം നമുക്ക്. ഇവിടെ ഇരിക്കായിരുന്നു. എല്ലാരും ഇറങ്ങിയില്ലേ രഘു? നമ്മളെ പോലെ ഒന്നല്ലോ പെണ്ണുങ്ങൾക്ക് ഒരുങ്ങാനേ കുറച്ച് സമയം എടുത്തല്ലേ പറ്റുള്ളൂ. ഞാൻ റെഡിയാണേ. ഓ അല്ല, നിന്റെ അച്ഛൻ എവിടെ? അച്ഛൻ അവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണെന്നറിയോ? ആദ്യം ഷർട്ട് എടുത്തിട്ടു,
അത് മാറ്റി വേറൊരെണ്ണെടുത്തിട്ടു ആ. പിന്നെ വേറൊരെണ്ണെടുത്തിട്ടു. ആ, അല്ല അത് കൊള്ളാലോ. അവൻ ഈ നിറം നോക്കുന്ന പരിപാടി ഒന്നും ഇല്ലാത്തതാണല്ലോ. നല്ലൊരു ഫംഗ്ഷൻ അല്ലേ, അപ്പൊ അല്പം തയ്യാറെടുത്ത് പോവാന്ന് കരുതിയിട്ടുണ്ടോ? ആ, അല്ല அம்மா அது அங்க இருக்கு. ആ, வாங்க. ആ സുജാതേ, സുജത്തെ മോളവിടെ? ആ. ഇറങ്ങാൻ നേരത്തെ പൊട്ടൊന്ന് മാറ്റണമെന്നും പറഞ്ഞ് വീണ്ടും അകത്തേക്ക് കയറി. ശരവണ, ഇതാ, ഇന്ന് രണ്ടുപേരും നല്ല തയ്യാറെടുപ്പിൽ തന്നെയാ. ആ, ഹരി അവിടെ ഷർട്ടിന്റെ നിറം മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കുക. ஹரிஸ் சார் இன்னைக்கு எந்த கலர் ஷர்ட் போடுன்னு தெரியுமா? ആ, അതെങ്ങനെ അറിയണ? எனக்கு தெரியும். പിന്നെ നീ ജോത്സ്യനല്ലേ? இதுக்கொன்னும் ஜோல்சியம் தேவையில்லம்மா. பந்தம் இருக்கா? இருக்கா? ആ, ആ, நான் சொல்ற சட்டுட்டு ஹரிஸ் சார் கண்டிப்பா இங்க வரும். അങ്ങനെയാണെങ്കിലേ ഞാൻ പന്തയത്തിനുണ്ട്. പറ, ഏത് കളർ ഷർട്ട് ഇട്ടാ ഹരി വരുന്നത്? ബെറ്റിൽ തോറ്റാലേ ശരവണൻ അങ്കിളിനെ കൊണ്ട് ആ, ഏറ്റുപിടിപ്പിക്കണം. ആ, അത് കൊള്ളാം. അല്ല അത് കൊള്ളാൻ മോളെ, കേട്ടാ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങും മുമ്പേ അങ്ങനെയുള്ള ആചാരം ഉള്ളത് നല്ലതാ. அப்படி ஒன்றும் நடக்காது சார். இது வந்து லவ் மேட்டர். ലവോ? ഓ ഓ, அம்மா, ஹரி சார் நித்யா மேடத்துக்கு என்ன வாங்கி கொடுத்துருக்கு? ஒரு சாரி தானே? ഉം. அதோட கலரு அவருக்கு தெரியலையா? அந்த கலர் தான் ஹரி சார் உள்ள பார்த்துட்டே இருக்கு. நீங்க எல்லாரும் பாத்துக்கோ, நித்யா மேடவும் ஹரி சாரும் ஒரே கலர் போட்டு தான் வருவேன். ഓ മാച്ചിങ്. ஆ. இனி அப்படி இல்லைனா இந்த உலகத்துல லவ்னு சொல்றதுக்கு மதிப்பே கிடையாது. അയ്യോ, അമ്മേ, ദേ നിത്യമ്മ വരുന്നുണ്ട്.